നമസ്കാരം. കഴിഞ്ഞ കുറേ കാലമായി വൈകുന്നേരങ്ങളിൽ ഭക്ഷണം ഏതെങ്കിലും ഹോട്ടലിൽ പോയി കഴിക്കാറുണ്ട്. അത് മുന്തിയനം ഹോട്ടലുകളിൽ പോകുന്നതാണ് പൊതുവായിട്ടുള്ള ഒരു ശീലമായി മാറിക്കൊണ്ടിരുന്നത്. ഞാൻ സസ്യബുക്കായതുകൊണ്ട് വെജിറ്റേറിയൻ ഫുഡ് തന്നെ ലഭിക്കുന്ന നിരവധി ഹോട്ടലുകളുണ്ട്. അല്ലെങ്കിൽ മുന്തിയനം ഹോട്ടലുകളിൽ വെജിറ്റേറിയൻ ഫുഡ് കിട്ടുന്ന ഇടങ്ങളുണ്ട്. അവിടെ നിന്ന് കഴിക്കാറുണ്ട്, വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും കുറേ കാലം കഴിഞ്ഞപ്പോൾ സ്ഥിരമായി ഒരു ഹോട്ടലിൽ കഴിക്കുന്നത് ഇഷ്ടമല്ലാതെ വന്നു. അപ്പോൾ മറ്റു പല റെസ്റ്റോറൻറ്റുകളിലും പോയി ഒന്ന് കഴിച്ചാലോ എന്നൊരാഗ്രഹം വന്നു. അങ്ങനെ സുഹൃത്തുക്കളിൽ ചില ആളുകൾ പറഞ്ഞു നല്ലതാണ്. അങ്ങനെ ചില പുതിയ ഹോട്ടലുകൾ തുടങ്ങിയപ്പോൾ അവിടേക്ക് പോയി കഴിക്കാൻ തുടങ്ങി. യാദൃച്ഛികമായിട്ടാണ് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ പറഞ്ഞത് തട്ടുകടയിൽ ആഹാരം നല്ലതാണെന്ന്. അപ്പോൾ ഞാനിങ്ങനെ തിരുവനന്തപുരത്ത് തട്ടുകടയിൽ പോയി വൈകുന്നേരം ആഹാരം കഴിക്കാൻ തുടങ്ങി. വാസ്തവത്തിൽ എന്താ ടേസ്റ്റ്! തട്ടുകടയിൽ ആഹാരം ഇത് പറഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ തന്നെ സന്തോഷം ഒരു പ്രത്യേക തരത്തിലാണ് കാണുന്നത്. എന്താ ടേസ്റ്റ്! വളരെ വളരെ മുന്തിയ റെസ്റ്റോറൻറ്റുകളിൽ കഴിക്കുന്നതിനേക്കാളും വളരെ ഇഷ്ടപ്പെട്ട് വില കുറവോടുകൂടി വൃത്തിയായി തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ കഴിയും. ഇപ്പോൾ തട്ടുകടയിൽ നിന്ന് വൈകുന്നേരം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു വലിയ കാര്യം നഷ്ടപ്പെട്ടതുപോലെയാണ് എനിക്കിപ്പോൾ. വളരെ ടേസ്റ്റുള്ള ഫുഡ്. ഇപ്പം ഞാനീ പറഞ്ഞു തന്നത് മുന്തിയ ഹോട്ടലുകളല്ല നമ്മെ കാത്തിരിക്കുന്നത്. വാസ്തവത്തിൽ റോഡ് സൈഡിൽ വൈകുന്നേരം കാണുന്ന തട്ടുകടകൾ നല്ല ആഹാരം നൽകുന്ന കേന്ദ്രങ്ങളാണ്. തട്ടുകടയിൽ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് വേറെ വലിയ അപകടമൊന്നുമില്ല. ഞാൻ ഇത്രയും കാലം ധരിച്ചിരുന്ന തട്ടുകടയിൽ നിന്ന് ആഹാരം എങ്ങനെ കഴിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ്. പക്ഷേ ഇപ്പോഴാണ് അറിയുന്നത് ധാരാളം കുടുംബങ്ങൾ അവിടെ കൂട്ടത്തോടെ വന്ന് തട്ടുകടയിൽ നിന്ന് വൈകുന്നേരം ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോഴാണ് അറിയുന്നത് നല്ല കുടുംബാംഗങ്ങൾ കൂട്ടത്തോടെ വന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. തട്ടുകട ഭക്ഷണം വന്നത് ഒരു നല്ല സംസ്കാരമായി മാറുന്നു. കാരണം വൃത്തിയായി രുചിയായി ചൂടോടുകൂടി തരുന്ന ഭക്ഷണം. കഴിഞ്ഞ ദിവസം ദോശയും ചമ്മന്തിക്കറിയും ഒക്കെ കഴിച്ചു. എന്താ ടേസ്റ്റ്! ഇങ്ങനെ ഒരു ചമ്മന്തിക്കറിയും ദോശയും ഞാൻ എൻ്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ആ ദോശയും ചമ്മന്തിക്കറിയും അതിൽ സാമ്പാറും രസവും കൂടി ഒന്നിച്ച് മിക്സ് ചെയ്തവർ തരും. ഈ ദോശ ഇങ്ങനെ അലിഞ്ഞു പോവും ചൂടോടുകൂടി. ഇത്ര രസകരമായ ഭക്ഷണം ഒരുക്കി തരുന്ന നമ്മുടെ തട്ടുകടക്കാർക്ക് ഒരു അഭിവാദ്യം അർപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ വിവരം പറഞ്ഞത്.